അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, റെക്കോർഡ് ജനസഞ്ചയമാണ് സമസ്ത ശതാബ്ദി ആഘോഷ ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. അവിടെ മുഖ്യമന്ത്രിയുടെ നമ്മൾ കാതോർത്തിരുന്നതും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള സമസ്തയുടെ പ്രമേയത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കുമോ എന്നാണ്. പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ മതരാഷ്ട്രവാദത്തിനെതിരെ ഒരുമിച്ച് നീങ്ങാമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പരോക്ഷ വിമർശനത്തോടു കൂടിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. എങ്ങനെയാണ് ചടങ്ങുകൾ? ഇനിയിപ്പോൾ വി ഡി സതീശൻ പ്രസംഗിക്കാനുണ്ട്. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം നിലനിൽക്കുന്ന സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഈ സമ്മേളന വേദിയിൽ തന്നെ സമസ്ത അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം നടത്തിക്കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്രവാദത്തിനെതിരെ ഒരുമിച്ചു നീങ്ങാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്ങനെ നീങ്ങുന്നു? ഇനി വി ഡി സതീശനുണ്ട്. പക്ഷേ ഈ പ്രമേയത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ, നിലവിലത്തെ സാഹചര്യത്തിൽ വി ഡി സതീശൻ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും മുഖ്യമന്ത്രി സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സമസ്ത കഴിഞ്ഞ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സമസ്ത പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കിയത്. അതിന് അനുകൂലമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് മുഖ്യമന്ത്രി ഒറ്റ വാക്കിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പരാമർശിച്ചത്. മതരാഷ്ട്രവാദത്തിനെതിരെ ഒരുമിച്ച് നീങ്ങാം എന്നുള്ള കാര്യമാണ്. അദ്ദേഹം അതിനു മുൻപ് പ്രസംഗിച്ചതെല്ലാം വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വർഗീയതയ്ക്കെതിരെ സമസ്ത എല്ലാ കാലത്തും മതനിരപേക്ഷത ഉയർത്തിക്കൊണ്ടാണ് പോരാട്ടം നയിച്ചിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും, അതായത് മതേതരത്വവും മതനിരപേക്ഷതയും സമസ്ത എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് വർഗീയത തന്നെ മറുപടി എന്നുള്ള സമീപനം സമസ്തയുടെ ഭാഗത്തുനിന്ന് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് മുഖ്യമന്ത്രി മതരാഷ്ട്രവാദത്തിനെതിരെ ഒരുമിച്ചു നീങ്ങാം എന്നുള്ള കാര്യം സൂചിപ്പിച്ചത്. എന്തായാലും അത് ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ തന്നെ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നു എന്നുള്ള ആ തരത്തിലായിരുന്നു പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള വിമർശനം. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും UDF നേതാക്കളും ഒക്കെ പറഞ്ഞത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കിയിരിക്കുന്നു, അവർ അത് കൈവിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്ന പിന്തുണയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. അതിനു പുറമെ ഏറ്റവും പ്രധാനമായി ഈ സുന്നി സംഘടനകൾ AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഈ സമസ്തയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഹ്വാനം കൂടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വലിയ സദസ്സിനെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമസ്ത സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരും സമസ്തയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സന്മനസ് കാണിക്കണം. അതിന് തുറന്ന മനസ്സോടുകൂടി തന്നെ സമസ്ത അതിനെ ഘർ വാപ്പസി വേണം എന്നാണ് പറഞ്ഞത്. സുന്നി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും സംഘടനകളുടെയും ഐക്യം വേണമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം കാന്തപുരം വിഭാഗത്തെ കൂടി ക്ഷണിക്കുകയാണ്, തിരികെ വരണം എന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്.